ഇങ്ങനെ നമ്മൾ പോവുകയാണ്. നമ്മളെ ചങ്ക് ബ്രോസൊക്കെ ഇതാ വരുന്നത്. ആ ഇത് ഫോറസ്റ്റിൻ്റെ തന്നെ തേക്കുകളാണ്. തേക്കുകൾ ഇവിടെ വിൽപ്പനയ്ക്ക് ഇട്ടേക്കുന്നതാണ്, ലേലത്തിന് വിൽക്കാൻ. ഇവിടെ ധാരാളം തേക്കുകളും കാര്യങ്ങളുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഫോറസ്റ്റ് ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. ആണ്, ഇതാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസ്. അച്ചൻകോവിലേക്ക് വരുന്ന വഴി തന്നെ അവിടെ റോഡ് പണി കാരണം റോഡൊക്കെ അടച്ചിട്ടിരുന്നായിരുന്നു. അതുകൊണ്ട് നമ്മൾ വേറൊരു വഴി കൂടെ കയറി വന്നപ്പോഴത്തേക്ക് ഇവിടെ വലിയ നല്ല രസമായിട്ടൊരു കാഴ്ചയുണ്ട്. അത് നമുക്ക് കാണാം. കണ്ടോ, ഞങ്ങൾ ഇറങ്ങുന്ന സ്ഥലം കണ്ടോളൂ. കണ്ടോളൂ വിശാൽ, നല്ല നൈസ് ഏരിയയാണ്. ഞങ്ങൾ പോകുന്ന ഒരു കാട്ടിനകത്തൂടെയൊക്കെയാണ് ഞങ്ങൾ ഇറങ്ങി ഇങ്ങനെ പോകുന്നത്. ഈ കാട്ടിനകത്തൂടെ ഇറങ്ങി പോകുമ്പോഴത്തേക്കും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ തറയിൽ കിടക്കുന്നതായിരിക്കും. കണ്ടോളൂ സൂപ്പർ വിഷ്വലാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളത് നോക്കി കണ്ടും പോയില്ലെങ്കിൽ നമ്മൾ തറയിൽ കിടക്കുന്നതായിരിക്കും. റോഡ് കംപ്ലൈൻറ്റ് കാരണം നമ്മൾ വേറൊരു വഴി കയറി വന്നപ്പം തന്നെ നല്ല മനോഹരമായുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു.
എൻ്റെ ബാക്കിൽ കാണുന്ന നല്ല മനോഹരമായിട്ടുള്ള വെള്ളം ഒഴുകി വരുന്നതാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പുറത്തെ സൈഡിൽ അതിനെക്കാട്ടും നല്ല ഇതുണ്ട്. നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. ബാ. നമുക്ക് അടിപൊളി മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് അങ്ങോട്ട് പോയി കാണുന്നതായിരിക്കും. നല്ല നോക്കിയ വഴികൾ. ഞങ്ങൾ ഓരോ കാടുകളും കയറി ഇറങ്ങിയാണ് ഞങ്ങൾ പോകുന്നത്. നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെ കാണാം. ഈ ടെൻഷനൊക്കെ അടിച്ച് BP ഒക്കെ കയറ്റി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചെറിയ ഡ്രൈവ് നല്ല സൂപ്പറായിരിക്കും. നമ്മളെ മനസ്സ് നല്ല രീതിക്ക് റിലാക്സ് ആവുകയും ചെയ്യും. അടിപൊളിയാണ്. കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു പ്ലേസാണ് അച്ചൻകോവിൽ എന്ന് പറയുന്നത്. ഇവിടെ തന്നെ ഇത് കണക്കുള്ള ഒത്തിരി ധാരാളം ഇതുണ്ട്. ഇനിയും ഇത് കണക്കുള്ള ഒത്തിരി ഇതുണ്ട്. നമുക്ക് ഇനിയും ഇത് കണക്കുള്ള കാര്യങ്ങൾ കാണണം. ഇതായി ശുഭാസ്കരൻ കാണിച്ചു കൊടുത്തേ. വെള്ളം കണ്ടോ? വെള്ളമൊക്കെ ഇവിടെ വന്ന് അടിച്ചിട്ട് അങ്ങോട്ട് പോകും. മരത്തിലിൻ്റെ വേരിനകത്തൂടെയാണ് വെള്ളം ഇറങ്ങി പോകുന്നത്. ഈ കണ്ണിൽ കൂടെ കാണുന്നതാണ് എനിക്ക് അവിടെ ഇറങ്ങിയത് വെള്ളം കണ്ടു. ഇനി നമുക്ക് അടുത്ത ഏരിയയിലോട്ട് പോകും. ഇതിനെക്കാളും നല്ല മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും കാണാൻ കഴിയും. വാ.
ഓക്കെ. നമ്മൾ കയറി വന്ന വഴിയാണ്, ഇതിലെയാണ് കയറി വന്നത്. അച്ചൻകോവിൽ റോഡ് പണിയെടുക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിലെയാണ് എല്ലാവരും പോകുന്നത്. ഈ വഴിയെന്ന് വെച്ചാൽ പക്ക ഓഫ് റോഡാണ്, മണ്ണാണ് മൊത്തം. ഇപ്പോൾ കണ്ടോ വണ്ടി വരുന്നുണ്ടോ? വണ്ടി വരുന്നുണ്ടോ? ടയറൊക്കെ തെന്നിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇത് കണക്കുള്ള വണ്ടിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടായിരിക്കും ഇതിലേ പോകാൻ. ഇവിടെ ചെളിയായിട്ട് കിടക്കും ഇവിടെയൊക്കെ. കൊണ്ട് കണ്ടോ അവിടെയൊക്കെ ചെളിയായിട്ട് കിടക്കും, ഭയങ്കര ചെളിയായിട്ട് കിടക്കുക. ബുള്ളറ്റൊക്കെ പോകുന്നത് നമുക്കൊന്ന് കാണാം. ഇപ്പം നമ്മൾ ആ റോഡ് കഴിഞ്ഞ് ഇപ്പം വേറെ ടാറിട്ട് കണക്കത്തെ റോഡിൽ കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എവിടം വരെ ഉണ്ടെന്നൊന്നും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എങ്ങനെയൊക്കെ റോഡിൻ്റെ കാര്യം പറയാൻ പറ്റും. കുട്ടികളെല്ലാം പോകുന്നുണ്ട്. എങ്ങനെയുണ്ട് അച്ചൻകോവിൽ? എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല. ഓഫ് റോഡൊക്കെ പറ്റിയ വഴിയാണ്, കാടാണ്. പണി കിട്ടിയേ റോഡ് ക്ലോസ്, റോഡ് ക്ലോസ്. സുഭാഷ്കാക്ക് വഴി എത്തിയിരിക്കുകയാണ് ഗേസ്, വഴി എത്തിയിരിക്കുകയാണ്. നമ്മളിനി എന്ത് ചെയ്യും? വഴി എത്തിയിട്ടില്ല, നമ്മൾ കറക്റ്റ് വഴി തന്നെ, നമ്മൾ കറക്റ്റ് വഴി തന്നെ പോകുന്നു. ഇതാണ് നമ്മൾ പോകുന്നത്. സകല നമ്മൾ പറഞ്ഞ് വീട്ടിൽ കുളയല്ല റോഡൊക്കെ വളരെ മോശകരമായ റോഡുകളാണ്.
കുറച്ച് നല്ല റോഡുകൾ കിട്ടിയിരിക്കുകയാണ്. ഇനി എത്ര നേരം ഉണ്ടെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ആ തീർന്നു. വീണ്ടും നമ്മൾ പഴയ റോഡിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ മെറ്റിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് പണിയാൻ വേണ്ടി. ഇപ്പുറ സൈഡിൽ കാടാണ്. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു കാടിനകത്തോട്ട് കയറിയിരിക്കുകയാണ്. ഓ ഫൈസൽ പുറകെ ഉറക്കം വന്നിരിക്കുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും തിരിഞ്ഞിരിക്കാൻ പോകും. ഓക്കെ, അങ്ങനെ നമ്മൾ വീണ്ടും കാട്ടിലെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ വന്ന വഴികളാണ്. ഇപ്പോൾ ഒരു കാറ് വരും. കാറൊക്കെ ഈ വഴി കൂടെ പോകുന്നുണ്ട്. വളരെ കഷ്ടമുള്ള കാര്യങ്ങളൊക്കെയാണ്. വീണ്ടും നല്ല റോഡ് കിട്ടിയിരിക്കുകയാണ് നമുക്ക്. അവിടെ എല്ലാം പണികളൊക്കെ നടക്കും. അവിടെ റോഡിൻ്റെ എന്തോ നമ്മൾ നേരത്തെ കണ്ട റോഡില്ലേ, റോഡ് ക്രോസിന്ന് ആ റോഡ് ഇതാ ഇവിടെ വന്ന് കയറും. ഇതിലേ വരുന്നത്. ഇത് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസാണ്. ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഇവിടെ ഒരു നല്ലൊരു ഇതുണ്ട്. അടിപൊളി സംഭവം ഉണ്ട് ഇവിടെ, കാണിച്ചു തരാം. ഇവിടെ എന്തോ ആക്സിഡൻ്റ് എന്തോ പറ്റിയ സംഭവമാണ് ഇതൊക്കെ കെട്ടിയിട്ടേക്കുന്നത്. ഇവിടെ തന്നെ നമ്മളെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വ്യൂ ഉണ്ട്. കണ്ടോ, നല്ലൊരു മനോഹരമായൊരു വ്യൂ ആണ്. ഇതാ കണ്ടോ, വെള്ളമൊക്കെ പോകുന്നുണ്ടോ. ഇത് കണക്കുള്ള മനോഹരമായ കാഴ്ചകൾ വേറെ ഉണ്ട്. നമുക്ക് ഇനിയും കാണാം അപ്പുറത്തോട്ട് പോകുമ്പോൾ. തന്നെ ഒരു കാഴ്ച ഉണ്ട്. കണ്ടോ, ഇതാ ഈ മുളകളൊക്കെ നിൽക്കുന്നുണ്ടോ. മുളകളൊക്കെ എന്ത് നല്ല ഭംഗിയാണ്. അതാ നോക്ക്. ഇതിൻ്റെ താഴെ തന്നെ ആറ് കണ്ടോ. നല്ല ഒരു രസമുള്ള ഒരു കാഴ്ചയാണ് ഇത്. എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോകാം.
വെള്ളം തന്നെ ആ കയറിനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുക. ശിവാസ്ക അനങ്ങാതിരിക്കുന്ന പറ, എന്തെങ്കിലും പറ. കണ്ണ എനിക്ക് കണ്ണനെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ കണ്ണൻ പ്രാന്താന്ന് പറയുന്ന കേട്ടായിരുന്നു. അയ്യോ വേണ്ട, ഇറങ്ങിയ വഴി കാണിച്ചു തരാം. കണ്ട് കയറിക്കൊണ്ടിരിക്കുക നമ്മള്. കണ്ട് ശിവാസ്ക അവിടെ കയറിക്കൊണ്ടിരിക്കുക, കയറാൻ പാടുപെട്ടോണ്ടിരിക്കുക ശിവാസ്ക ഇവിടെ. ഇറങ്ങാൻ എളുപ്പമാണ്, പക്ഷെ കയറാൻ മഹാപാടാണ്. അതാണ്, അത് ചിന്തിക്കണം എന്നിട്ട് ഇറങ്ങണം. അക്കരത്തേക്ക് പോകാൻ പോവാ. അന്നേരം നമ്മൾ ഇവരെങ്ങനെ പോകുന്നത് നമുക്ക് നോക്കാം. നമ്മളെ ശിവാസ്ക ക്യാമറ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. നമ്മളെ ശിവാസ്ക കണ്ട ക്യാമറ കൊണ്ട് പോകുന്നു. ഇതുകൊണ്ട് അവരിപ്പോൾ വെള്ളം വരാത്തത് കൊണ്ട് ഇവർ നടന്നു പോവുകയാണെന്ന് പറയുന്നത്. നമുക്ക് ആ കാഴ്ച നമുക്കൊന്ന് കാണാം, അവർ പോകുന്നത് അങ്ങനെയാണെന്ന്. നടന്നാണ് പോകുന്നത്. ഇത് വെള്ളം അപ്പുറം കിടപ്പുണ്ടെങ്കിലും അവർക്ക് വെള്ളത്തിൽ പോകാൻ പറ്റത്തില്ല. അവിടെ നിന്ന് ആരെങ്കിലും വന്നാലേ അവർക്ക് വെള്ളം കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. ആ വെള്ളം വരാത്തത് കൊണ്ട് ഇവിടുന്ന് വെറൈറ്റി നടന്നാണ് അവർ ഇവിടുന്ന് പോകുന്നത്. ആ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതല്ല, വേറെ ഇത് അവരുണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നടന്ന്. കണ്ടോളൂ. അങ്ങനെ നമ്മൾ കാടിക്കൂടെയാണ് പോകുന്നത്, കാട്ടിൻ്റെ നടുക്കൂടെയാണ് പോകുന്നത്. കണ്ടോ, നല്ല അടിപൊളി കാടുകളാണ്. പുറം കാട്ടിൻ്റെ നടുക്കൂടെയുള്ള വഴികളാണ്. തേക്കും കാട്. ഇതാണ്ട് എവിടുന്നോ ഒലിച്ചു വരുന്ന വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആണ്ട് തേക്കും മുളയും കൂടെ ഉള്ള ഇപ്പുറത്തെ ഈ സൈഡ് തേക്കും ഇവിടെ മുളയുമാണ് ഉള്ളത്. റോഡൊക്കെ ഭയങ്കര മോശമാണ്. നമ്മളിപ്പോൾ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ പോവുകയാണ്. ഒരു വളരെ പഴക്കമുള്ള ഒരു ബ്രിഡ്ജാണ്. കാട്ടിൻ്റെ നടുക്ക് ബ്രിട്ടീഷുകാരെങ്ങാണ്ട് പണിയ ബ്രിഡ്ജാണ്. അവിടെ ഫോറസ്റ്റിൻ്റെ വെൽക്കം എന്നുള്ള ബോർഡുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഇതിപ്പം തന്നെ കാടാണ്, നേരത്തെ പറഞ്ഞ കണക്ക്. വീഡിയോ നമ്മളെ വീഡിയോ കാണുന്നവരാ കയ്യൊക്കെ എടുത്ത് കാണിക്കുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. കൊടും കാട്ടിൽ കൂടെയുള്ള യാത്രയാണ് നമ്മളെ. കണ്ടു, ഇപ്പുറവും കാട്. അതിൻ്റെ നടുക്കൂടെയുള്ള റോഡിൽ കൂടെയാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡിൽ തേക്കും ഇവിടെ മുളയൊക്കെയാണ് ഉള്ളത്. ഇവിടെ മരത്തിൻ്റെ വലിപ്പം കണ്ടോ? മരമൊക്കെ ഭയങ്കര വലിപ്പമില്ലേ? നോക്ക്, എൻ്റെ വണ്ണം കണ്ടോ? ഇങ്ങനെ നമ്മൾ വീണ്ടും ഒരു ചെറിയ വഴി കൂടെ, ആ കാട്ടിൻ്റെ നടുവിൽ കൂടെ ഒരു ചെറിയ വഴി. നമ്മൾ മാത്രമേ ഉള്ളൂ. ശിവാസ്കൊക്കെ മുങ്ങിപ്പോയേക്കുവാണ്. അവിടെ എന്തോ പണിയും കാര്യങ്ങളൊക്കെ, വണ്ടിയൊക്കെ കിടപ്പുണ്ട്. അവരവിടെ നിർത്തിയിട്ടുണ്ട് ശിവാസ്കൊക്കെ.
ചെറുതായിട്ട് കാണും. ഇവിടെ ആറ് ഒഴുകുന്നുണ്ട്. അച്ചൻകോവിൽ ആറ് ഇവിടെ ഒഴുകുന്നുണ്ട് ചെറുതായി. ഈ അച്ചൻകോവിൽ എന്ന് വെച്ചാൽ ഗ്രാമങ്ങളും എല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു വനമാണ്. കുറച്ച് സ്ഥലത്ത് ഗ്രാമങ്ങളും അത് കഴിഞ്ഞാൽ വീണ്ടും കാടും, അങ്ങനെയാണ് അച്ചൻകോവിലിൻ്റെ. ഇവിടെ ബൈക്കൊക്കെ ഇരിപ്പുണ്ട് റോഡ് സൈഡ്. ഇവിടെയൊക്കെ റോഡ് പണി നടക്കുന്നതേ ഉള്ളൂ. ഈ കാണാൻ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. എൻ്റെ വെള്ളത്തിനൊക്കെ ഭയങ്കര ഫോഴ്സ് ഉണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ബാക്കിലൊരു ബുള്ളറ്റ് വരുന്നുണ്ട്. ഇവിടെ വരുവാണെങ്കിൽ വല്ല ബുള്ളറ്റ് കൊണ്ട് വരണം. ബുള്ളറ്റിൽ ഹിമാലയൊക്കെ ആയിട്ട് വന്നാൽ അതാണ്ട് ഇവിടെ ആൾക്കാർ കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും കുളിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കുളിക്കാൻ അവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. ഇത് കേരളത്തിൻ്റെ ഇത് വഴി നേരെ നമുക്ക് തമിഴ്നാട്ടിൽ കയറാൻ പറ്റും. തമിഴ്നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. കേരള തമിഴ്നാട് ബോർഡർ. അച്ചൻകോവിൽ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. വനത്തിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ പക്ഷേ വനത്തിനകത്ത് പരിചയമില്ലാത്തവർ കയറാനൊക്കെ. നമുക്കിവിടെ ഒരാളുണ്ട്. ആളെ കണ്ടിട്ട് നമുക്ക് ഇവിടെ അകത്തോട്ട് കയറാൻ പറ്റുമെന്ന് ചോദിക്കാം. എന്നാലും നല്ല ഫീലുണ്ടല്ലേ? നല്ല നല്ല ക്ലൈമറ്റ്, നല്ല നല്ല ചൂടില്ല, നല്ല ക്ലൈമറ്റ്, തണുപ്പ് വരുന്നുണ്ട് ചെറിയൊരു. കാട്ടിൽ വരണമെന്ന് വിചാരിക്കുന്നവർ അച്ചൻകോവിൽ വരുന്നത് ഏറ്റവും നല്ല. അന്നേരം നല്ല നല്ല തണുപ്പും നല്ല തണുപ്പും വെയിലേക്കത്തില്ല. കുളിക്കാനൊക്കെ പറ്റിയ ഒരു സൈഡിൽ തന്നെയാണ് ഇതൊക്കെ. ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ ഒരു വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും റോഡൊക്കെ നല്ല സൂപ്പറാവും, അടിപൊളി റോഡാവും. ഇപ്പൊ ഈ കൊറോണ കാലഘട്ടമൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. കൊറോണ ഒക്കെ മാറുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും. നമുക്ക് എന്തായാലും തമിഴ്നാട്ടിലോട്ട് നമുക്ക് നോക്കാം. വിടാൻ പറ്റുമെന്ന് അറിയത്തില്ല. അവിടെ ചിലപ്പം കടത്തി വിടത്തില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ഫീൽ? അന്തരീക്ഷമൊക്കെ കൊള്ളാം, തണുപ്പൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ഇറങ്ങാതിരുന്ന് ഓടിക്കുന്നോണ്ടല്ലേ അങ്ങനെ വരുന്നത്. ഇറങ്ങി ഞങ്ങളാണൊക്കെ എവിടെങ്കിലൊക്കെ നിർത്തി പിടിച്ചൊക്കെ പോകണം. നിങ്ങളങ്ങനെ അല്ലല്ലോ, ഒറ്റ അടിച്ചങ്ങ് പോവല്ലേ. നിങ്ങൾ കുഴഞ്ഞ് അച്ചൻകോവിൽ എന്ന് പറഞ്ഞപ്പോൾ ഏതാണ്ട് ഇതാന്ന് വിചാരിച്ചോ? അങ്ങനെ വെറൈറ്റി ഒക്കെ ഉള്ളിലോട്ട് കയറണം. അത് അങ്ങോട്ട് പോട്ട് അച്ചൻകോവിൽ കഴിഞ്ഞിട്ട് ഇച്ചിരി അങ്ങോട്ട് മുന്നോട്ട് എത്തുമ്പോൾ അടിപൊളി സ്ഥലമുണ്ട്. അടിപൊളി സ്ഥലം. അത് വെള്ളമില്ല അച്ചൻകോവിൽ വെള്ളവും കാടും മാത്രമേ ഉള്ളൂ. കുളിക്കാനാണെങ്കിൽ അച്ചൻകോവിൽ വന്നു കഴിഞ്ഞാൽ എത്ര ഇടത്ത് നല്ല മിക്ക ഏരിയ നല്ല ഇതാ. റോസ്മല അതിന് നമുക്ക് ഓവർടേക്ക് കയറാൻ പറ്റും. ഒരു ഷോർട്ട് കട്ട് ഇല്ലേ? ആരോ പറഞ്ഞല്ലോ അത് നമ്മളാ ചെക്ക് പോസ്റ്റിന്റെ അടുത്തൂടായിരുന്നു. ബസ് ചെക്ക് പോസ്റ്റ് ഇല്ലേ? അതിൻ്റെ അത് 30 കിലോമീറ്റർ ഉള്ളു. ഇത്രയുള്ള ആ ദൂരം അത് നമുക്ക് ഇട്ട് വരാൻ പറ്റും. അതുവഴി വേണമെങ്കിൽ നമുക്ക് പാലരുവിയുടെ അടുത്തൂടെ വേണമെങ്കിൽ കയറി വരാം. പാലര വഴി വരാം, തമിഴ്നാട് വഴി. അതാണ്. പിന്നെ പക്ഷേ നമ്മളിവിടെ കുളത്തൂപ്പുഴ കൂടെ പോകാൻ നല്ലതായിരുന്നു. കുളത്തൂപ്പുഴ കണക്ക് അത് പിന്നെ നാഷണൽ ഹൈവേ പോലെ നടക്കുന്ന റോഡാണ്. അടിപൊളി റോഡ്. ഇത് കണക്കൊന്നുമല്ല. ഇത് കണക്കല്ല. അല്ല ഇതിപ്പോൾ താഴെ റെഡിയാവും. എന്നാ ഇതിപ്പോൾ 1 വർഷമായി ഇങ്ങനെ കിടന്നിട്ട്. ഇപ്പം പിന്നെ ഇങ്ങനെങ്കിലും കയറാമല്ലോ. മറ്റേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പണ്ടൊക്കെ നിങ്ങളൊക്കെ വരത്തില്ലായിരുന്നു? പണ്ട് വരുന്ന സമയത്ത് ഇവിടെ റോഡൊന്നും ഇല്ല. അതുപോലെ ഈ കാട്ടുവഴി കൂടെ എണ്ണക്കുള്ള കുറച്ച് ഇച്ചിരി വഴികൾ മാത്രമേ ഉള്ളൂ. അതിനകത്തൂടെ വണ്ടിയുടെ വീലൊക്കെ പൊക്കിയെടുത്ത് വെക്കണം. നാളെ ഒരെണ്ണ അച്ചൻകോവിൽ ഭാഗത്തോട്ടാവും. അവിടെ കുറേ ഫോറസ്റ്റിൻ്റെ അല്ലാനുള്ള സ്ഥലമുണ്ട്. അവിടെ വന്നപ്പോൾ ഒരു ദിവസം കയറാൻ നോക്കി. മേലെ അവർ റോഡ് മണ്ണിട്ട് പൊക്കിയിട്ടിരുന്നതാണ്.
മഴയും കൂടെ പെയ്തായിരുന്നു. സംഗതി എന്താണെന്നറിയോ, വണ്ടി ട്രാൻസ്പോർട്ട് മുമ്പേ തടി ലോറി എൻ്റെ പറയും, ജീപ്പ് എൻ്റെ പറയും, ഞങ്ങളെല്ലാം എൻ്റെ പറയും. ഞാനും വേറെ കുറേ പേരുണ്ടായിരുന്നു. മേളിൽ കയറി പകുതി ചെന്നപ്പോഴത്തേക്കാണ് ഇല്ല, വണ്ടികളെല്ലാം താഴോട്ട് നിരങ്ങി ഇറങ്ങാൻ തുടങ്ങി. കാര്യം പിടിച്ചാൽ കിട്ടത്തില്ല. അയ്യോ, അവസാനം ഞാൻ എല്ലാവരും പേടിച്ചു പോയി. കാര്യം വലിയ വണ്ടിയല്ലേ കയറി വരുന്നത്, ഒന്നും ചെയ്യാനൊക്കത്തില്ല. ലാസ്റ്റ് ഞാൻ ബ്രേക്ക് ചെയ്ത് പിടിച്ചപ്പോൾ വണ്ടി തപോട്ട് എൻ്റെ ചെളിയിൽ കൂടെ പൂന്തി വരിക. അവസാനം എൻ്റെ കൂടെ വന്ന രണ്ടുപേരും എന്നെ തള്ളിപ്പിടിച്ച് അവരെ തള്ളിക്കൊണ്ട് വണ്ടി താഴോട്ട് വന്ന് ലാസ്റ്റ് ഒരിടത്ത് വന്ന് അവരെ ഇടക്കേറ്റി വെച്ച് വണ്ടി നിർത്തി. അവരുടെ ദേഹം മൊത്തം ചെളിയായി. അയ്യോ, ഒത്തിരി പാട് കിട്ടുന്നു. അന്ന് ഞങ്ങളിവിടെ പോയ എല്ലാവരുടെ വണ്ടികളും പാച്ചായി. എൻ്റെ വണ്ടി ഒഴിച്ച് എല്ലാ വണ്ടിയും പാച്ചായി. അത് പാച്ചായി കഴിഞ്ഞാൽ എന്ത് മാത്രം പാടാന്നറിയോ. പിന്നെ ഇത് എവിടെ ചെന്നാൽ നിൽക്കുന്ന നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മളെ അവസാനം പാച്ചടിക്കണമെങ്കിലേ അച്ചൻകോവിൽ അമ്പലത്തിൻ്റെ അടുത്ത് വേണം. അതല്ല കൈവച്ചടിക്കുന്ന പമ്പൊക്കെ വെച്ച്. എന്നിട്ട് അവസാനം അവിടുന്ന് തള്ളി ഇവിടുന്ന് തള്ളി അവിടം വരെ കൊണ്ടുപോയി ബൈക്കുകളെല്ലാം. അവിടെ കൊണ്ടു ചെന്നപ്പോഴാണ് അവന്മാർക്ക് കണ്ട് വാച്ചോട്ടിക്കറിയാം. അവന്മാരില്ല സൈക്കിളിൻ്റെ ഷൂ വിളക്കുന്ന ആളൊക്കെ. അയ്യോ, ഒത്തിരി പാട് കിട്ടും. അവസാനം കൂടെ പോയവരും എല്ലാം കൂടെ ആയിട്ട് അത് തട്ടി ഇളക്കി എന്തായാലും നിറച്ച് കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ അടുത്ത ആളുടെ വണ്ടി പാച്ചായി. ഭയങ്കര ഇതായിരുന്നു അന്നൊക്കെ എന്ന് പറഞ്ഞാൽ മണ്ണ് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാറയും റോഡ് മൊത്തം ഇങ്ങനെ പാറ ഇങ്ങനെ മേളിൽ നിന്ന് കിടക്കത്തേ ഉള്ളു. ഇപ്പം ഇവിടെയൊക്കെ ഇപ്പം അക്കണക്കിന് നോക്കാന്നുണ്ട് ഇവിടെ മുക്കാൽ ഭാഗം സുഖമായി. അന്ന് കാറ് കൊണ്ടൊന്നും വരാക്കത്തില്ല. അന്ന് 2 വീലർ മാത്രമേ വരാക്കും. 2 വീലർ, ജീപ്പ്, ഇങ്ങനെയൊക്കെ വലിയ വണ്ടികളെ വരാക്കത്തുള്ളൂ. ഇപ്പം ആ കണക്കിന് എല്ലാ വണ്ടികളും പോകാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ 1 വർഷം കഴിയാമെങ്കിൽ ഇവിടെ എല്ലാം സൂപ്പർ റോഡായി മാറും. പക്ഷേ സൂപ്പർ റോഡാണെങ്കിൽ ഒരു ഗുണം എന്താണെന്നറിയോ, കണ്ട് ആസ്വദിച്ച് പോവാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് നോക്കുവോ സൈഡ് നോക്കുവോ. ഇത് മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങോട്ടും നോക്കിക്കൊണ്ട് വണ്ടി ഓടിക്കാം. ഇതങ്ങനെ നോക്കിക്കൊണ്ട് വണ്ടി ഓടിക്കാൻ ഒക്കത്തില്ല. അതാ ഇവിടുത്തെ ഇങ്ങനെ ഓടിക്കും. വേറെ ഒരിടപ്പുണ്ട്, കൈ അഴയ്ക്കും. ഇതാണ് അച്ചൻകോവിൽ ടെമ്പിൾ. അച്ചൻകോവിലിൻ്റെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം. അകത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങോട്ട് പോവാം.
നമ്മൾ ആ അരുവിയിൽ നിന്ന് ഇറങ്ങി. ഈ അരുവിയിൽ നിന്നും നമുക്ക് റോഡിൽ നിന്നും ഒരു 200 മീറ്റർ അകത്തോട്ടാണ് ഈ അരുവി ഇരിക്കുന്നത്. നമ്മൾ കയറി വരുന്ന വഴി നമുക്ക് കാണിച്ചു തരാം. അരുവിയിലേക്ക് കയറി വരുന്ന വഴിയുടെ അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. നമുക്കെന്തായാലും ഇനി അങ്ങോട്ട് പോകുമ്പം അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത്. അടുത്ത അരുവിയിലോട്ടാണ് പോകുന്നത്. അടുത്ത അരുവി എവിടെയാണെന്ന് പറഞ്ഞ് നമ്മൾ തപ്പി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഒരെണ്ണം കിട്ടി. ഇനി തമിഴ്നാട് സൈഡിലോട്ട് പോകുമ്പം കിട്ടും. നമ്മളെന്തായാലും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇനി അടുത്തടുത്ത് എന്നിട്ട് നമുക്ക് കാണാം. പശുവാണോ? ഞാൻ വെച്ചല്ല കാട്ടുപോത്തുമല്ലോ. നമ്മൾ അവിടെ നിന്ന് തന്നെ കുറച്ചിങ്ങോട്ട് വന്നപ്പം തന്നെ നമ്മൾ നേരത്തെ കണ്ട കണക്ക് തന്നെ ഇവിടെ വേറൊരു വെള്ളച്ചാട്ടവും ഒരു ഇതൊക്കെ ഉണ്ട്, നമുക്ക് കാണാം. വെള്ളച്ചാട്ടമൊന്നുമല്ല, അല്ല നോർമൽ രീതി ഒരു സംഭവമാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകും. ഇവിടെ ഒരു ചെറിയൊരു അരുവി കണക്കുണ്ട്. താണ്ടേ നേരത്തെ കണ്ട കണക്കൊന്നുമില്ല, അതിനെക്കാട്ട് ഇച്ചിരിയും കൂടെ കൊള്ളാൻ തോന്നുന്നു. കാണാൻ രസമുണ്ട്, കണ്ടോ? എൻ്റെ അപ്പുറത്തോട്ടൊക്കെ പോയാൽ ഇതെക്കാട്ടും രസമുണ്ട്. കണ്ടോ? ഒരു ഇതാ റോഡിൻ്റെ ഇത് തന്നെ, റോഡിൻ്റെ തന്നെ ഇത് മേലെ നമ്മളെ വണ്ടിയൊക്കെ ഇപ്പോണ്ട്. നമുക്ക് എന്തായാലും അപ്പുറത്തെ സൈഡിലോട്ട് പോകും. നമുക്കെന്തായാലും പോയി. ഞാൻ ഇപ്പം വെള്ളത്തിൽ കിടന്നേന് ഗൈസ്, നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന ഞാൻ ഞാൻ ഇപ്പുറത്ത് വേറൊരു ഇതുണ്ട്, നമുക്കതും കൂടെ കാണാം. അപ്പുറത്ത് ഈ വെള്ളം തന്നെ പോകുന്ന അപ്പുറത്തെ ആൾക്കാരൊക്കെ അവിടെ നിന്ന് കുളിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കാണ്ട വെള്ളം കണ്ടു നിങ്ങൾ? വെള്ളത്തിൻ്റെ കളറ് കണ്ടു? എന്താ ഇതാന്ന് നോക്ക്, തെളിഞ്ഞ വെള്ളം. മേളിലോട്ട് നോക്ക്, നല്ല ഇതല്ലേ? നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ഥലമാണ് ഇവിടെ. കണ്ട അങ്ങ് ദൂരെ വേറെ നമുക്ക് നല്ല തെളിഞ്ഞ വെള്ളം കാണാം. അങ്ങ് ദൂരെ കിടക്കുന്ന കല്ലൊക്കെ കണ്ട എടുത്ത് കാണും. കണ്ട അതാണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. നമുക്കെന്തായാലും ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ വീണ്ടും മയിലിനെ കണ്ടിരിക്കുന്നു. 2 മൈലും ഒരുമിച്ച് സ്പോട്ട് ചെയ്തിരിക്കും നമുക്ക്. വേണ്ടോ, അത് പയ്യെ കയറാൻ പോകുന്നു, മിക്കവാറും അത് ഓടും. കണ്ട മയിലിനെ കണ്ടു?
കാട്ടിനകത്താണ് ഇപ്പോൾ ഉള്ളത്. മയിൽ പയ്യെ പോകുന്നതുകൊണ്ട് നമുക്ക് പോവാം. പൊടിയാ തീർന്നു. കണ്ട രണ്ടും ഒരേ ഇതിലേക്ക് പോകുന്നു. കണ്ട നമ്മളങ്ങനെ അച്ചൻകോവിലിലൂടെ വിട പറഞ്ഞു. നമ്മൾ തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെറുക്കനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക.